Hi dears, welcome back to our mathematics class. We are discussing with our fourth chapter, more and less, related to subtraction of 4-digit numbers. Today we are going to take a new activity related to subtraction of 4-digit numbers. Okay, activity family budget എന്നാണ് activity name. Okay. See Amal's household budget for October. Fill in the missing numbers. അമലിന്റെ വീട്ടിലെ ഒക്ടോബർ മാസത്തെ ബഡ്ജറ്റ് ആണ് തന്നിട്ടുള്ളത്. ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എത്ര ഇൻകം കിട്ടി, അതുപോലെ നമ്മൾ എത്ര ചെലവഴിച്ചു, അതൊക്കെ സൂചിപ്പിക്കുന്നതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതില് ഈ ടേബിളിനകത്ത് ചില നമ്പേഴ്സ് എന്താണ് മിസ്സിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻകം എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കോളംസ് തന്നിട്ടുണ്ട്. ഓരോ ഫീൽഡിൽ നിന്നും കിട്ടി ഇൻകം എത്രയാണെന്നും ഓരോ ഫീൽഡിനും വേണ്ടിയിട്ട് എക്സ്പെൻസ് ചെയ്ത എക്സ്പെൻസ് എത്രയാണെന്നും തന്നിട്ടുണ്ട്. എക്സ്പെൻസിൽ അതുപോലെ ഫുഡ്, എന്റർടൈൻമെന്റ്, ഇതിനു വേണ്ടിയിട്ട് എത്ര എക്സ്പെൻസ് ചെയ്തു എന്ന് തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തണം. അതുപോലെ ഇൻകം ടോട്ടൽ എത്രയാണെന്നും തന്നിട്ടില്ല, അത് നമ്മൾ കണ്ടെത്തണം. ഇതെല്ലാം കണ്ടെത്തി കഴിഞ്ഞിട്ട് നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്? വരുമാനവും അവരുടെ ചെലവും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം ടേബിള് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം. ഓക്കെ, നോക്കൂ, ഇതില് ഇൻകം രണ്ട് ഫീൽഡുകളിലായിട്ടാണ് അവർക്ക് ഇൻകം കിട്ടിയിട്ടുള്ളത്. ഒന്ന് അഗ്രികൾച്ചർ സെല്ലിങ്ങും പിന്നെ മിൽക്കും, അല്ലെ, പാലും അതുപോലെ പച്ചക്കറിയും. പിന്നെ എക്സ്പെൻസ് നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഫീൽഡിൽ എക്സ്പെൻസ് ചെലവഴിക്കുന്നവരാണ്, അല്ലെ. അതിൽ ഫസ്റ്റ് ഫുഡാണ് തന്നിട്ടുള്ളത്. അത് എത്ര എക്സ്പെൻസ് ചെയ്തു എന്ന് തന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ എന്റർടൈൻമെന്റ് ഇതിനിടയിലുണ്ട്, അതിനും എത്ര സ്പെൻഡ് ചെയ്തു എന്നുള്ളത് തന്നിട്ടില്ല. പക്ഷേ ടോട്ടൽ എക്സ്പെൻസ് 7,445 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫുഡിന്റെയും എന്റർടൈൻമെന്റിന്റെയും ഫസ്റ്റ് കണ്ടെത്തണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന എക്സ്പെൻസുകൾ കൂട്ടിയിട്ട് ആ ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് ഈ കിട്ടിയതിനെ സബ്സ്ട്രാക്ട് ചെയ്യണം. നമ്മൾ ഫസ്റ്റ് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ 5, then 9, പിന്നെ 8, അല്ലെ, 17 പ്ലസ് 2 19. 19 9 മാത്രം എഴുതിയിട്ട് 1 ബാലൻസ്. 6 പ്ലസ് 4 10, 13, 17 പ്ലസ് 4 21, 21 plus 3 24, 24 plus 4 28. അപ്പോ 228. അപ്പൊ 2895 ആണ് ഇത്ര ഫുഡും എന്റർടൈൻമെന്റും ഒഴികെയുള്ള എക്സ്പെൻസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ടോട്ടൽ എക്സ്പെൻസ് ആയ നിന്ന് ഓക്കെ ഇത് സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, അപ്പോ 5ൽ നിന്ന് 5 പോയി കഴിഞ്ഞാൽ 0 ആണ്. ദെൻ 4ൽ നിന്ന് 9 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. ദെൻ 14 ആണ് വരുന്നത്. ദെൻ 14ൽ നിന്ന് എന്താ ചെയ്യണം? 9 സബ്സ്ട്രാക്ട് ചെയ്യണം, അല്ലെ. അപ്പൊ എത്ര കിട്ടുക? 5. ദെൻ ഇവിടെ 3 ആയിട്ട് മാറിയിട്ടുണ്ട് ഒന്നിങ്ങോട്ട് കൊടുത്തപ്പോ. അപ്പൊ 3ൽ നിന്ന് 8 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അവിടെ 6 ആയിട്ട് മാറുന്നു, ഇവിടെ 13 ആയിട്ട് മാറുന്നു. അപ്പൊ 13ൽ നിന്ന് 8 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാല് 5, അല്ലെ, 5 ആണ്. ദെൻ 6 minus 2 4. അപ്പൊ ഇത് നമുക്ക് കിട്ടിയിട്ടുള്ളത് എന്താണ്? ടോട്ടൽ എക്സ്പെൻസിൽ നിന്ന് ഫുഡും എന്റർടൈൻമെന്റും ഒഴികെയുള്ള എക്സ്പെൻസുകൾ
സബ്സ്ട്രാക്ട് ചെയ്തപ്പോ കിട്ടിയതാണ്. ഓക്കെ, അപ്പോ ഈ 4,550 റുപ്പീസ് ആണ് ഫുഡിനും അതുപോലെ എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് രണ്ടും കൂടിയാണ്, നമുക്ക് ഒന്ന് മാത്രമല്ല കിട്ടിയിട്ടുള്ളത്. ഓക്കെ, സോ 4,550 റുപ്പീസ് ഫുഡിനും എന്റർടൈൻമെന്റിനും വേണ്ടിയിട്ട് ഒരുമിച്ച് സ്പെൻഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണ് അല്ലേ. ഓക്കെ, അപ്പോ ഫുഡിന് എത്ര ആയിരിക്കും, എന്റർടൈൻമെന്റിന് എത്ര ആയിരിക്കും എന്ന് നമുക്കറിയില്ല. അപ്പോ ഇത് വേറെ ക്ലൂസ് ഒന്നും തരാത്തതുകൊണ്ട് ഇതിന്റെ പകുതി ആയിരിക്കും രണ്ടിനും വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടാവുക അല്ലെ. അപ്പോ 4,550ന്റെ പകുതി എന്താ? 4,000ന്റെ പകുതി 2,000 അല്ലെ. 500ന്റെ പകുതി 500ന്റെ പകുതി എത്രയാണ്? 250 അല്ലെ. 50 ആണുള്ളത്. 15ന്റെ പകുതി 25. ഓക്കെ, അപ്പൊ 5 7 then 2 2,275 റുപ്പീസ് ആയിരിക്കും ഫുഡിനും അതുപോലെ എന്റർടൈൻമെന്റിനും. ഫുഡിനും 2,275, എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടും 2,275. ഓക്കെ, അപ്പൊ നമുക്ക് ടോട്ടൽ 4,550 എന്ന് കിട്ടും. ഓക്കെ, നമ്മളോട് ചോദിച്ചിട്ടുള്ളത് വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻകം ആൻഡ് എക്സ്പെൻസ്, വരുമാനവും ചെലവും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണെന്നാണ്. അപ്പൊ ടോട്ടൽ എക്സ്പെൻസ് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട് 7,445 റുപ്പീസ്. ഇൻകത്തിന്റെ ടോട്ടൽ തന്നിട്ടില്ല, പക്ഷെ നമുക്ക് ഓരോ ഫീൽഡിൽ നിന്നും കിട്ടിയിട്ടുള്ള എമൗണ്ടുകൾ തന്നിട്ടുണ്ട് അല്ലെ. അഗ്രികൾച്ചറൽ ഫീൽഡിൽ നിന്നും അതുപോലെ മിൽക്ക്. അപ്പൊ നമ്മൾ ടോട്ടൽ ഇൻകം എങ്ങനെ കാണും? ഇത് രണ്ടും തമ്മിൽ ആഡ് ചെയ്യാം അല്ലെ. അപ്പൊ 5 + 5 10 ആണ്, 0 മാത്രം എഴുതി, 1 ബാലൻസ്. 4 + 6 10 ആണ്, ബാലൻസ് 1. 7 + 1 8 + 2 10 ആണ്, 0 1 ബാലൻസ്. then 1 + 4 5 5 + 4 9. അപ്പോ 9,000 ആണ് ഇൻകം ആൻഡ് എക്സ്പെൻസ് 7,445 ആണ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യത്യാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിന്ന് ഇത് സബ്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, 9,000 സബ്സ്ട്രാക്ട് 7,445. ഇത് ഇൻകം, ഇത് എക്സ്പെൻസ്. ഓക്കെ, ദെൻ 0യിൽ നിന്ന് 5 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. നമ്മൾ ഇവിടുന്നാണ് പിന്നെ നമുക്ക് കണ്ടെടുക്കാൻ പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കൊടുക്കുക. അപ്പൊ ഇവിടെ 8 ആവും. ഇവിടെ ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 ആവും. ഈ 10ൽ നിന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 9 ആവും, ഇവിടെ 10 ആവും. ഈ 10ൽ നിന്ന് വീണ്ടും ഒരു 1 ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 ആവും, ഇവിടെ 9 ആവും. then 10 - 5 5, 9 - 4 5, 9 - 4 5, 8 - 7 1. അപ്പോ 1,555 റുപ്പീസ് ആണ് ഇൻകത്തിന്റെയും എക്സ്പെൻസിന്റെയും ഡിഫറൻസ്. അല്ലെങ്കിൽ ഇൻകം ഇത്രയും വരുമാനത്തിൽ നിന്ന് ഇത്രയും ചെലവ് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് 1,555 റുപ്പീസ് ആണ്. ഓക്കെ, ഇതുപോലെ നിങ്ങളോട് നിങ്ങളുടെ വീട്ടിലെ ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ട് ഇതുപോലെ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്. ലെറ്റസ് ഡു എന്ന് പറയുന്ന ഹെഡിങ്ങില് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ പ്രൈസ് ഓഫ് എ ന്യൂ മൊബൈൽ ഫോൺ ഈസ് 3,450 rupees is sold for 780 rupees. How much more is needed to buy the new phone? അതായത് ഒരു പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 3,450 റുപ്പീസ് ആണ്. അപ്പൊ അവരുടെ കയ്യിലുണ്ടായിരുന്ന പഴയ ഫോണിന് 750 റുപ്പീസ് ആണ് അവര് വിറ്റപ്പ് കിട്ടിയത്.
അങ്ങനെയാണെങ്കിൽ പുതിയ മൊബൈൽ ഫോൺ വാങ്ങിക്കണമെങ്കിൽ ഈ 750ന്റെ കൂടെ എത്ര രൂപ കൂടി കൂട്ടണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ഫോണിന് 3450 റുപ്പീസും ന്യൂ ഫോണിന് അല്ലെ, ഓൾഡ് ഫോണിന് 780 റുപ്പീസും ആണ്. അപ്പൊ ഇത് വിറ്റിട്ട് കിട്ടിയ 750ന്റെ കൂടെ ബാക്കി പൈസ കൂട്ടിയിട്ടാണ് ഇദ്ദേഹം പുതിയ ഫോൺ വാങ്ങിക്കുന്നത്. ഓക്കെ, അപ്പോ ഇനി ഈ 780ന്റെ കൂടെ എത്ര രൂപ കൂട്ടിയാലാണ് ഇയാൾക്ക് ഈ പുതിയ ഫോണ് ഇത്രയും പൈസക്ക് വാങ്ങാൻ പറ്റിയതാണ്. അപ്പൊ എന്താ മതി, ഈ പുതിയ ഫോണിന്റെ പ്രൈസിൽ നിന്ന് പഴയ ഫോണിന്റെ പ്രൈസ് നമ്മൾ സബ്സ്ട്രാക്ട് ചെയ്യാം അല്ലെ. അപ്പൊ ആ കിട്ടുന്ന എമൗണ്ട് ഈ 780ന്റെ കൂടെ കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടണം, ഇത് കിട്ടണം. ഓക്കെ, നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോ 0 - 0 0, 5 - 8 ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു, വായിക്കുന്നു അല്ലെ. ദെൻ 15ൽ നിന്ന് 8 മൈനസ് ചെയ്യണം. അപ്പൊ 15ൽ നിന്ന് 8 മൈനസ് ചെയ്ത് കഴിഞ്ഞാല് 7. ദെൻ 3ൽ നിന്ന് 7 മൈനസ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ 13 അല്ലെ, ഇവിടുന്ന് ഒന്ന് വാങ്ങിച്ചു. അപ്പൊ ഇവിടെ 2 ആയിട്ട് മാറി. ദെൻ 13ൽ നിന്ന് 7 മൈനസ് ചെയ്യണം. ഓക്കെ, എത്ര കിട്ടുക, 6 അല്ലെ. ദെൻ ഈ 2 ഇങ്ങോട്ട് ഇറക്കിടുന്നു. ഓക്കെ, അപ്പോ ഈ പഴയ ഫോണ് വിറ്റിട്ട് അതിന്റെ കൂടെ 2670 റുപ്പീസും കൂടി കൂട്ടിക്കഴിഞ്ഞാലാണ് 3450 റുപ്പീസിന്റെ മൊബൈൽ ഫോൺ വാങ്ങിക്കാൻ കഴിയുള്ളൂ. അപ്പൊ നമുക്ക് ചെയ്ത് നോക്കാം. എന്താണ്, 2670ന്റെ കൂടെ പഴയ ഫോണിന് കിട്ടിയ പൈസ കൂട്ടി നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടണം, ഈ ആൻസർ കിട്ടണം. കിട്ടണ്ടേ നോക്കാം. 8ഉം 7ഉം 15 അല്ലെ, ബാലൻസ് 1. 7 7ഉം 1 6 7, 7 7 14, ശിഷ്ടം 1. ദെൻ 3. അപ്പൊ 3450 നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ പഴയ ഫോണിന്റെ കൂടെ 780 രൂപന്റെ കൂടെ 2670 രൂപ കൂടി കഴിഞ്ഞാലാണ് ഈ പുതിയ മൊബൈൽ ഫോണ് ഇത്രയും പ്രൈസിന് വാങ്ങിക്കാൻ കഴിയുള്ളൂ. ഓക്കെ, ക്വസ്റ്റ്യൻ. Anamala school has LP, UP and high school classes and there are 2060 children in all. There are 358 children in the LP classes and 449 children in UP classes. How many children are there in high school classes? How many more children are there in the high school classes than in the UP classes? അപ്പോൾ അനമല സ്കൂളിൽ LP, UP, ഹൈസ്കൂൾ സെഷനിലായിട്ട് 2060 കുട്ടികളാണുള്ളത്. അതിൽ LPയിൽ 358 കുട്ടികളും UPയിൽ 449 കുട്ടികളുമാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹൈസ്കൂളിൽ എത്ര കുട്ടികളുണ്ട്, അതുപോലെ UP ക്ലാസ്സിനേക്കാളും എത്ര കുട്ടികൾ അധികമുണ്ട് ഹൈസ്കൂൾ ക്ലാസ്. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് ചെയ്ത് നോക്കാം. ടോട്ടൽ ആ സ്കൂളിൽ 2016 കുട്ടികളാണുള്ളത്. അതിൽ LPയിൽ 358 തന്നിട്ടുണ്ട്, UPയിൽ 449 എന്നും തന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഹൈസ്കൂളിൽ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അതിനെന്താ നമ്മൾ ചെയ്യാ, LPയിലെയും UPയിലെയും കുട്ടികളെ തമ്മിൽ ആഡ് ചെയ്തിട്ട് ടോട്ടൽ കുട്ടികളിൽ നിന്ന് ഇത് രണ്ടും ആഡ് ചെയ്തത് സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാല് നമുക്ക് ഹൈസ്കൂളിലെ കുട്ടികളെ കിട്ടിയില്ലേ അല്ലേ, കിട്ടുമല്ലോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇതൊന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പോ 8 + 9 17, 7 മാത്രം എഴുതി, 1 ബാലൻസ്. 6 + 4 10, 1 ബാലൻസ്. 4 + 4 8. അപ്പോ LPയിലും UPയിലും കൂടി ടോട്ടൽ 807 കുട്ടികളാണുള്ളത് അല്ലെ. ഇനി ഹൈസ്കൂളിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുന്നത്, ടോട്ടൽ കുട്ടികളിൽ നിന്ന്
എൽ പിയിലെയും യു പിയിലെയും ടോട്ടൽ കുട്ടികളെ സബ്സ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പോ 0യിൽ നിന്ന് 7 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് എടുത്തു 10 ആയി, ഇവിടെ 5 ആയി. ഓക്കെ, 10 മൈനസ് 7 3, then 5 മൈനസ് 0 5, then 0യിൽ നിന്ന് 8 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല, ഇവിടുന്ന് വാങ്ങിച്ചു. ഇവിടെ 1 ആയി, ഇവിടെ 10 ആയി. 10 മൈനസ് 8 2, ഈ 1 ഇവിടെ ഇറക്കിടുന്നു അല്ലെ. അപ്പോ ഹൈസ്കൂളിലെ ടോട്ടൽ 1253 കുട്ടികളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് എൽ പി യു പി ഹൈസ്കൂളിലുള്ള കുട്ടികളെ എണ്ണം കിട്ടി. യു പിനേക്കാളും എത്ര കുട്ടികൾ കൂടുതലാണ് ഹൈസ്കൂൾ ക്ലാസ്സിൽ എന്നാണ്. അപ്പോ യു പിയിൽ എത്രയാണ് കുട്ടികൾ ഉള്ളത്? 449 ആണ്. ഓക്കെ, നമ്മളിപ്പോ എച്ച് എസില് ഹൈസ്കൂളിൽ നമ്മൾ ഓൾറെഡി കണ്ടെത്തി 1253 ആണെന്ന്. അങ്ങനെയാണെങ്കിൽ യു പിയിനേക്കാളും എത്ര കുട്ടികൾ കൂടുതലാണ് ഹൈസ്കൂളിൽ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഹൈസ്കൂളിലെ കുട്ടികളുടെ എണ്ണത്തിൽ നിന്നും യു പിയിലെ കുട്ടികളുടെ എണ്ണം സബ്സ്ട്രാക്ട് ചെയ്യുന്നു. സോ 3 മൈനസ് 9 ചെയ്യാൻ കഴിയോ? ഇല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 13 ഇവിടുന്ന് വാങ്ങിക്കുന്നു, അപ്പൊ ഇവിടെ 4 ആയിട്ട് മാറി. ദെൻ 13ൽ നിന്ന് 9 സബ്സ്ട്രാക്ട് ചെയ്യണം അല്ലെ. അപ്പൊ എത്രയാ ആൻസർ വരുന്നത്? 4. ദെൻ 4 മൈനസ് 4, ഇവിടെ 5 ഇല്ല, ഒന്ന് ഇങ്ങോട്ട് കൊടുത്തു. 4 മൈനസ് 4 0. ദെൻ 2ൽ നിന്ന് 4 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല, 1ന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു, ഇവിടെ 0 ആയിട്ട് മാറി. ഇവിടെ 12. 12ൽ നിന്ന് 4 പോയി കഴിഞ്ഞാൽ 8. ഓക്കെ, അപ്പോ യു പിനേക്കാളും 804 കുട്ടികൾ കൂടുതലാണ് ഹൈസ്കൂളിൽ. കൂടുതലാണോ? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അല്ലെ. നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇപ്പൊ 804 ആണ് അല്ലെ. അപ്പോ 804 കുട്ടികളാണ് കൂടുതൽ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത് കൂട്ടുന്ന സമയത്ത് നമുക്ക് ഹൈസ്കൂളിലുള്ള കുട്ടികളുടെ എണ്ണം കിട്ടണം. അപ്പൊ 9 പ്ലസ് 4 30, 1 ബാലൻസ്, then 4 plus 1 5, then 5 plus 4 plus 8 12. കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ ചെയ്ത് നോക്കിയ ആൻസർ കറക്റ്റ് ആണ് അല്ലേ. അപ്പോ യു പിനേക്കാളും 804 കുട്ടികൾ കൂടുതലാണ് ഹൈസ്കൂളില്. ഓക്കെ, ക്വസ്റ്റ്യൻ. ദ പ്രൈസ് ഓഫ് എ TV is 6,780 rupees and that of a DVD player is 2,490 rupees. Both together the price is reduced by 1,390 rupees. How much is needed to buy them both? അതായത് ഒരു ടിവിയുടെ പ്രൈസും അതുപോലെ DVD പ്ലെയറിന്റെ പ്രൈസും തന്നിട്ടുണ്ട്. ഈ രണ്ടും കൂടി ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അതില് 1,390 രൂപ കുറച്ചു കൊടുക്കാന്ന് കടക്കാര് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും വാങ്ങാൻ എത്ര പൈസ വേണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, ടിവിയുടെ പ്രൈസ് അതുപോലെ ഡിവിഡിയുടെ പ്രൈസും തന്നിട്ടുണ്ട്. ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 1,390 റുപ്പീസ് കുറച്ചു കൊടുക്കാന്നും പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് വേണം? ആദ്യം ഇത് രണ്ടും കൂടി വാങ്ങിക്കാൻ എത്ര പൈസ വേണമെന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് അതിൽ നിന്നും ഈ സംഖ്യ കുറയ്ക്കണം. എന്നിട്ട് അതിൽ നിന്നും ഈ സംഖ്യ സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത് അത്രയുമാണ് ഇദ്ദേഹം കടയിൽ കൊടുക്കേണ്ടത്. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? ടിവിക്കും ഡിവിഡിക്കും കൂടി ടോട്ടൽ എത്ര വരുന്നു നോക്കാം. ഓക്കെ, അപ്പൊ 0 8 പ്ലസ് 9 17, ബാലൻസ് 1, 8 പ്ലസ് 4 12, ബാലൻസ് 1, 7 പ്ലസ് 2 9. അപ്പോ 9,270 റുപ്പീസ് വേണം ഡിവിഡിയും ടിവിയും വാങ്ങിക്കാൻ. ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ 1,390 റുപ്പീസ് കുറച്ച് കൊടുക്കാം.
പറഞ്ഞു അല്ലെ. അങ്ങനെ കുറച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, എത്ര രൂപയായിരിക്കും കൊടുക്കേണ്ടത് എന്നാണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോട്ടൽ കിട്ടിയിട്ടുള്ളതിൽ നിന്ന് 1390 സബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, 0 മൈനസ് 0 0, 17 മൈനസ് 9, 17 മൈനസ് 9 എത്രയാണ്? 8. ഓക്കെ, ദെൻ ഇവിടുന്ന് ഒന്ന് ഇങ്ങോട്ട് കൊടുത്തപ്പോഴാണ് ഇവിടെ 17 ആയത്. ഇവിടെ 1 ഉള്ളൂ. അപ്പൊ 1 നിന്ന് 3 സബ്സ്ട്രാക്ട് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് എക്സ്ചേഞ്ച് ചെയ്യുന്നു. അപ്പോ 11 നിന്ന് 3 സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 8 അല്ലേ. ദെൻ ഇവിടെ 8 ആണുള്ളത്, ഒന്ന് ഇങ്ങോട്ട് കൊടുത്തില്ലേ. 8 മൈനസ് 1 7. അപ്പോ ഇത് രണ്ടും ഒരുമിച്ച് വാങ്ങിയിട്ട് ഇത്രയും അവർക്ക് ഡിസ്കൗണ്ട് കിട്ടിയപ്പോൾ അവര് കടയിൽ കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത് 7880 റുപ്പീസ് ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ആക്ടിവിറ്റീസ് മിസ് നിങ്ങൾക്ക് ചെയ്തു തന്നു. ഇനി നമ്മുടെ ടെക്സ്റ്റിൽ കുറച്ച് ബോക്സിൽ കുറച്ച് നിങ്ങൾക്ക് ഇപ്പൊ ഒരുപാട് സബ്സ്ട്രാക്ഷൻസ് പഠിച്ചല്ലോ, നിങ്ങൾ മനക്കണക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ആ ഒരു മെന്റൽ എബിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കണക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.